Hi kids, today we are going to discuss some other topics from electromagnetic induction. Okay, are you ready? Then mutual induction. Mutual induction is the phenomena of production of induced EMF in one coil due to a change of current in the neighboring coil. ഇപ്പം നെയ്ബറിങ് കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ ഫിനോമിൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇ എം എഫ് ഇൻ വൺ കോയിൽ ഡ്യൂ ടു എ ചേഞ്ച് ഓഫ് കറൻറ്റ് ഇൻ ദ നെയ്ബറിങ് കോയിൽ. അപ്പം നെയ്ബറിങ് കോയിലിലെ കറൻറ്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മുമ്പ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ആ സെയിം കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, സെൽഫ് ഇൻഡക്ഷൻ. ഇത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. മ്യൂച്വൽ ഇൻഡക്ഷൻ is the phenomenon of production of induced EMF in one coil due to a change in current in the neighboring coil. Okay. Consider two coils P and Q. കണ്ടോ, P എന്ന് പറയുന്ന കോയിലും അതുപോലെ S എന്ന് പറയുന്ന കോയിലും, Q അല്ല S എന്ന് പറയുന്ന കോയിൽ ആർ പ്ലേസ് ക്ലോസ് ടു ഈച്ച് അതർ. രണ്ടും അടുത്തിരിക്കുന്ന Pയും Sഉം. ദി കോയിൽ പി ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി. സീരീസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ടാപ്പിംഗ് കീ ഉണ്ട്. അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് ഉണ്ട്. ഓക്കെ, ദ കോയിൽ എസ് ഈസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ ജി. ഗാൽവനോമീറ്റർ ജിയുമായിട്ടാണ് നമ്മുടെ കോയിൽ എസ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ പി. കോയിൽ പിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ it produces a magnetic field which produces a magnetic flux through S. കണ്ടോ, അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന കോയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദി കറണ്ട് ഇൻ ദ കോയിൽ പി ഈസ് വേരി, ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ എസ് ചേഞ്ചസ് വിച്ച് ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ് ആൻഡ് ഹെൻസ് എ കറണ്ട് ഇൻ ഇറ്റ്. കണ്ടോ, അപ്പോൾ ഈ പിയിലൂടെ കറണ്ട് പാസ് ചെയ്തു പോകുമ്പോൾ എസ്സിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകും, പ്രൊഡ്യൂസ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എസ്സിനുള്ളിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എസ്സിനുള്ളൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഗാൽവനോമീറ്ററിൽ എന്ത് കാണാൻ പറ്റും? ഗാൽവനോമീറ്റർ നമുക്ക് ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കോയിൽ പി ഈസ് കോൾഡ് ദ പ്രൈമറി കോയിൽ ആൻഡ് കോയിൽ എസ് ഈസ് കോൾഡ് ദി സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിൽ ആണ് ബിക്കോസ് ദി ഫോർമർ വിച്ച് കോസസ് ആൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ ലാറ്റർ. അപ്പോൾ പി ആണ് എസ്സിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫോം ചെയ്യിപ്പിക്കാൻ റീസൺ ആയത് അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പിയിൽ കൂടെ ഒരു ചേഞ്ച് ഇൻ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ എസ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എസ്സിനുള്ളിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, പി ഈസ് കോൾഡ് ദി പ്രൈമറി കോയിൽ ആൻഡ് എസ് ഈസ് കോൾഡ് ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ പഠിച്ചില്ലേ? അതുപോലെ തന്നെ അറ്റ് എനി ഇൻസ്റ്റൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ. ഫൈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഫൈ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ. അവിടെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ എൽ ഇൻറ്റു ഐ പഠിച്ചതുപോലെ ഇവിടെ എം ഇൻറ്റു ഐ ആണ്. Okay, this proportionality constant M is called the mutual inductance or coefficient of mutual induction of the two coils. Okay, അപ്പോൾ ഈ എമ്മിനെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓർ coefficient of mutual induction of two coils. When any change in the current I is set up and induced EMF in the secondary coil which is given by E is equal to minus d phi by dt. E is equal to minus d phi by dt.
that is equal to minus m into di by dt. Minus m into di by dt. Okay. Then I is equal to 1, then phi is equal to m. നമ്മൾ പഠിച്ചതാണ്, മുമ്പേ പഠിച്ചതുപോലെ സെൽഫ് ഇൻഡക്റ്റൻസിന് പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും. വ്യത്യാസം ആ എല്ലിൻ്റെ സ്ഥാനത്ത് എം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആൻഡ് ഐ ഈസ് ഈക്വൽ ടു 1, then phi is equal to I is equal to 1, then phi is equal to m. Thus the mutual inductance of two coil is numerically equal to the magnetic flux linked with one coil when a current passes through the coil is unit. Unit current passes through the other coil. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞത് ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി അല്ലേ. ഇ ഈസ് ഈക്വൽ ടു എം ആകുന്നത് എപ്പോഴാണ്? ഫൈ ഈസ് ഈക്വൽ ടു എം ആകുന്നത് എപ്പോഴാണ്? ഐ എന്ന് പറയുന്നത് യൂണിറ്റ് കറൻ്റാണ്. യൂണിറ്റ് കറൻറ്റ് പാസസ് ത്രൂ ദ കോയിൽ. ഇനി ഇക്വേഷൻ 2ലേക്ക് ശ്രദ്ധിച്ച്. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി അല്ലേ. അപ്പോൾ ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1, ദെൻ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം ആയിരിക്കും. കറക്റ്റ് ആണല്ലോ. ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു മൈനസ് എം. ഓക്കെ, അപ്പോൾ ഇത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സെറ്റപ്പ് ഇൻ വൺ കോയിൽ വെൻ ദി കറൻറ്റ് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ ചേഞ്ചസ് വിത്ത് യൂണിറ്റ് റേറ്റ്. ഇവിടെ ചേഞ്ചിങ് അല്ലേ, ഡി ഐ ബൈ ഡി ടി അല്ലേ. അപ്പോൾ കറൻറ്റ് ഇൻ ദ നെയ്ബറിംഗ് കോയിൽ ചേഞ്ചസ് അറ്റ് ദ യൂണിറ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് പഠിച്ചതുപോലെ തന്നെ ഇതും പഠിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ദാറ്റ് ഓൾസോ സെയിം ആസ് self inductance, that is Henry. Mutual inductance of two coil is said to be 1 Henry and induced EMF of 1 volt is set up in one coil when the current in the neighboring coil changes at the rate of 1 ampere per second. SI unit of M എന്ന് പറയുന്നത് 1 volt second ampere raised to minus 1. ഇപ്പോൾ mutual inductance of two coil is said to be 1 Henry if an induced EMF of 1 volt. Volt means that is 1 volt when the current in the neighboring coil changes at the rate of 1 ampere per second. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് സോളിനോയിഡ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു ലോങ് സോളിനോയിഡ്. അപ്പോൾ നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കറക്റ്റായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയാക്സിയൽ സോളിനോയിഡ്സ്. State the factors on which the mutual inductance depends. What is the coefficient of coupling? ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചോണം. അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് അത് രണ്ടും. ഓക്കെ, കൺസിഡർ ടു ലോങ് കോയാക്സിയൽ സോളിനോയിഡ് S1 ആൻഡ് S2 വിത്ത് S2 വൂണ്ട് ഓവർ S1. കണ്ടോ, S2 വൂണ്ട് ഓവർ S1. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ. ഓക്കെ, അതുപോലെ മുകളിൽ നിന്ന് ഇതുപോലെ. അപ്പോൾ ഒന്ന് മറ്റൊന്നിന് മേൽ വൂണ്ട് ചെയ്തിരിക്കുകയാണ്. ഡയഗ്രാം ശ്രദ്ധിച്ചോളൂ. കണ്ടല്ലോ. പിന്നെ അതുപോലെ ഇവിടുന്ന് ഇതിന് ഒത്തേക്ക് ഇങ്ങനെ വൂണ്ട് ചെയ്യും. കണ്ടോ, ഇത് S2. S2 ആണ്. S2യിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട്, ഇതിലെ പോകുന്ന കറണ്ട് I2. ഓക്കെ, ഇത് S1 ആണ്, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് I1. ഓക്കെ, ഇത് I2, ഇത് I1. കണ്ടോ. അപ്പോൾ കൺസിഡർ ടു ലോങ് കോയാക്സിയൽ സോളിനോയിഡ്സ് S1 ആൻഡ് S2, S2 വൂണ്ട് ഓവർ S1. ഓക്കെ, ഇതിനകത്ത് ലെന്ത് ഓഫ് ഈച്ച് സോളിനോയിഡ്, ഓരോ സോളിനോയിഡിൻ്റെയും ലെന്ത് എന്ന് പറയുന്നത്, ഓരോ സോളിനോയിഡിൻ്റെയും ലെന്ത് എന്ന് പറയുന്നത് L ആണ്. L ഈസ് ദ ലെന്ത് ഓഫ് ഈച്ച് സോളിനോയിഡ്. ദെൻ R1 R2 is the radius of the two solenoid. R1 R2 radius of the two solenoids and length L is the length of each solenoid. Okay, then A is equal to, area is equal to pi R1 square, that is equal to area of cross section of the inner solenoid S1.
N1, N2 are the number of turns in the two solenoids. എല്ലാ ടേംസും കിട്ടിയോ നോക്കിക്കേ. ഇതിനകത്ത് I1 ഉം I2 ഉമാണ് കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്. L എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ഈച്ച് സോളിനോയിഡ് ആണ്. R1 ആൻഡ് R2 ആർ ദി റേഡിയൈ ഓഫ് ദി ടു സോളിനോയിഡ്സ്. A എന്ന് പറഞ്ഞ പൈ R1 സ്ക്വയർ. ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി ഇന്നർ സോളിനോയിഡ് S1 ആണ്. N1 എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി ഫസ്റ്റ് സോളിനോയിഡ് ആൻഡ് N2 ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സെക്കൻഡ് സോളിനോയിഡ്. ഫസ്റ്റ് വി പാസ് എ ടൈം വേരിയിങ് കറണ്ട് I2 ത്രൂ S2. അപ്പം നമ്മൾ ആദ്യമേ I2 കറണ്ട് S2വിലൂടെ, S2 എന്ന് പറഞ്ഞ സോളിനോയിഡിലൂടെ I2 കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ I2 കറണ്ട് ഫസ്റ്റ് വി പാസ് എ ടൈം വേരിയിങ് കറണ്ട് I2 ത്രൂ S2. S2വിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. S2വിലൂടെ ടൈം വേരിയിങ് കറൻറ്റ് I2 പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് B2 = μ0 N2 I2. B = μ0 Ni ആണ്. ഇവിടെ സെക്കൻഡ് സോളിനോയിഡ് ആയതുകൊണ്ട് B2 = μ0 N2 I2. ഓക്കെ, N2 നമുക്കറിയാം. N2 = ക്യാപിറ്റൽ N2 ബൈ L, ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് S2. അതാണ് N2 എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ഇന്നർ സോളിനോയിഡ് S1 ഈസ്. അപ്പോൾ ഇന്നർ സോളിനോയിഡ് S1 ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. കാരണം S1 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് S2വിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇന്നർ സോളിനോയിഡ് S1 ഈസ് ഈക്വൽ ടു Φ1 ഈസ് ഈക്വൽ ടു B2A N1. B2 മീൻസ് ടൈം വേരിയിങ് കറൻറ്റ് I2വിലൂടെയാണ് പാസ് ചെയ്ത് പോയത്. അപ്പോൾ അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B2 ആണ്. ആ B2വിനുള്ളിലാണ് നമ്മുടെ S1 സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം B2 ആണ്. അപ്പോൾ B2 × A × N1. B2 = μ0 N2 × I2. സോ μ0 N2 I2 × AN1. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 1 വിത്ത് റെസ്പെക്ട് ടു ദി കോയിൽ 2 ഈസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ 1 വിത്ത് റെസ്പെക്ട് ടു കോയിൽ 2, ദാറ്റ് ഈസ് Φ1 ഡിവൈഡഡ് ബൈ I2. കണ്ടോ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ 1 വിത്ത് റെസ്പെക്ട് ടു ദി കോയിൽ 2, ദാറ്റ് ഈസ് M12 ഈസ് ഈക്വൽ ടു Φ1 ഡിവൈഡഡ് ബൈ I2. Φ1 we know that is μ0 N2 I2 × AN1 divided by I2. Then we will get μ0 N2 I2 AN1 divided by I2. Then we will get μ0 N2 AN1. Okay. Then N2 means N2 is equal to എന്തായിരുന്നു N2 നമ്മൾ പറഞ്ഞത്? സ്മോൾ N2 is equal to capital N2 divided by L. So instead of this N2 we should write here N2 divided by L. So we will get μ0 N1 N2 A divided by L. Once again, അപ്പോൾ നമ്മൾ S2വിലൂടെ I2 ടൈം വേരിയിങ് കറൻറ്റ് I2 പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ S2വിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. അതാണ് B2. ആ B2വിനുള്ളിലാണ് നമ്മുടെ S1 എന്ന് പറയുന്ന സോളിനോയിഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Φ1 = B2 × A × N1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 N2 I2 × AN1. ഓക്കെ, then M12 is equal to Φ1 divided by I2 എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ I2, ഇതേ ബൈ I2. Then we will get μ0 N2 × AN1. Okay. Then next, instead of this N2, we should write here capital N2 by L. So we can write here N2 by L. So we will get μ0 N1 N2 A divided by L. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ, കറക്റ്റായിട്ട്. We now consider the flux linked with the outer solenoid S2 due to the current I1 in the inner solenoid S1. ഇനി നമ്മൾ ഇന്നർ സോളിനോയിഡ് S1ലൂടെ ടൈം വേരിയിങ് കറൻറ്റ് I1 സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ now we consider the flux linked with the outer solenoid S2 due to the current I1 in the inner solenoid S1. ഇന്നർ സോളിനോയിഡ് S1ൽ I1 കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ടർ സോളിനോയിഡിനോട് അസോസിയേറ്റഡുള്ള ഫ്ലക്സ് ആണ് നമുക്കിനി കാണേണ്ടത്.
അപ്പോൾ നമുക്ക് മുമ്പേ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. അവിടെ B2 നമ്മൾ കണ്ടപ്പോൾ ഇവിടെ നമ്മൾ B1 കാണുക. B1 = μ0 N1 I1 എന്ന് വെച്ചാൽ S1-ൽ I1 കറൻറ്റ്, അതുമൂലം S2-ലുണ്ടാകുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ I1 കറൻറ്റ് S1-ലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B1 = μ0 N1 I1 ആണ്. B1 = μ0 N1 I1. ഓക്കെ, സെയിം അതുപോലെ തന്നെ N1-ഉം I1-ഉം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇവിടെ N1 = N1/L മീൻസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് S1. The total flux linked with the outer solenoid S2 = Φ2 = B1A N2. B1 we know that is μ0 N1 I1, so μ0 N1 I1 into A into N2. That is equal to μ0 N1. N1 means N1/L, capital N1/L. So we should write here this N1, we should write here N1/L. So we will get μ0 N1 N2 A I1 divided by L. Mutual inductance of coil 2 with respect to coil 1 M21. അവിടെ M12 ആയിരുന്നു, ഇവിടെ M21. That is Φ2/I1. Okay, then we will get μ0 N1 N2 A by L. Clearly M12 is equal to M21 is equal to M. അപ്പോൾ നമുക്ക് M12ഉം M21ഉം ഈക്വൽ ആയിട്ട് കിട്ടി. So we can write it as M. So M is equal to μ0 N1 N2 A divided by L. Okay, that is equal to N1/L means small n1, N2/L means small n2, but there is no L. So we should multiply the here L and into L there. Okay, അപ്പോൾ N1/L means small n1, N2/L means small n2, then A into L. Understood? ഇവിടെ നമുക്ക് N1/L ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സ്മോൾ N1 എഴുതി. N2-ന് L ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് L വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് N2 എന്ന് കിട്ടി, N2 into A into L. So μ0 N1 N2, A means area, that is equal to pi R1 square L. Okay, the mutual inductance of two coils is the property of their combination. It does not matter which one of them functions as primary or secondary coil. This fact is known as reciprocity theorem. Reciprocity, the mutual inductance of two coil is the property of their combination. It does not matter which one of them functions as primary or the secondary coil. This fact is known as reciprocity theorem. അത് നോക്കണമെന്നില്ല, നമുക്ക് പഠിക്കാനൊന്നും റെസിപ്രോസിറ്റി തിയറം ഒന്നുമില്ല, അത് വേണ്ട. ഇനി നമുക്ക് അടുത്ത ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ടേൺസ്, സെക്കൻഡ് വൺ കോമൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റിലേറ്റീവ് സെപ്പറേഷൻ, റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ടു കോയിൽസ്. ഇതാണ് പോയിന്റ്. ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്പർ ഓഫ് ടേൺസിനകത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ ഇക്വേഷൻ എന്താണ്, μ0 N1 N2 pi R1 square into L ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ്, the larger the number of turns in the two solenoid, larger will be their mutual induction. Same is directly proportional to capital N1 capital N2 അല്ലേ. അതുകൊണ്ട് നമുക്കറിയാം M is equal to μ0 capital N1 into capital N2 into A capital A divided by L ആണ് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ടേൺസും നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഡയറക്ട്ലി ലാർജർ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ടു സോളിനോയിഡ്, ലാർജർ വിൽ ബി ദെയർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അത് ഇക്വേഷനിൽ നോക്കി പറഞ്ഞാൽ മതി കേട്ടോ. ഇനി കോമൺ ക്രോസ് സെക്ഷൻ ഏരിയ, ലാർജർ ദി കോമൺ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി ടു സോളിനോയിഡ്, ലാർജർ വിൽ ബി ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ കോമൺ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതൽ. ഇപ്പോൾ നമ്മൾ pi R1 സ്ക്വയർ അല്ലേ എടുത്തത്, കാരണം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞത് S1 രണ്ട് ടു ലോങ് കോയാക്സിസ് സോളിനോയിഡ് S1 ആൻഡ് S2 ആണ്. S2 വൂണ്ട് ഓവർ S1 ആണ്. S2 വൂണ്ട് ഓവർ S1 എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ഏരിയ വരുന്നത് S1-ൻ്റെയാണ്. അതുകൊണ്ടാണ് pi R1 സ്ക്വയർ എടുത്തത്. അത് ശ്രദ്ധിച്ചോണം. S1 ആണ് അവിടെ കോമൺ ഏരിയയിൽ വരുന്നത്. S2 വൂണ്ട് ഓവർ S1 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ pi R1 സ്ക്വയർ ആണ്. ഇനി റിലേറ്റീവ് സെപ്പറേഷൻ, larger the distance between the two solenoids, smaller will be the magnetic flux linked with the secondary coil due to current in the primary coil. Hence, smaller will be the value of M. അപ്പോൾ റിലേറ്റീവ് സെപ്പറേഷൻ കൂടുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡറി കോയിൽ സ്മോളർ ആയി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ദ വാല്യൂ ഓഫ് എമ്മും സ്മോളർ ആയി പോകും അല്ലേ. ഓക്കെ, ഇനി റിലേറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ടു കോയിൽസ്.
എം ഈസ് മാക്സിമം വെൻ ദി എൻറ്റയർ ഫ്ലക്സ് ഓഫ് ദി പ്രൈമറി ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി. അപ്പോൾ എം മാക്സിമം ആകുന്നത് എൻറ്റയർ ഫ്ലക്സ് ഓഫ് ദി പ്രൈമറി ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് വെൻ ദ പ്രൈമറി കോയിൽ ഈസ് കംപ്ലീറ്റ്ലി എൻവലപ്സ് ദി സെക്കൻഡറി കോയിൽ. ഓക്കെ, പ്രൈമറി കോയിൽ കംപ്ലീറ്റ്ലി എൻവലപ്സ് ദി സെക്കൻഡറി കോയിൽ. എം ഈസ് മിനിമം വെൻ ടു കോയിൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. എം മിനിമം ആകുന്ന ടു കോയിൽസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ എം മാക്സിമം ആകുന്നത് വെൻ ദ എൻറ്റയർ ഫ്ലക്സ് ഓഫ് ദി പ്രൈമറി ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വെൻ ദി പ്രൈമറി കോയിൽ കംപ്ലീറ്റ്ലി എൻവലപ്പ് ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, പ്രൈമറി കോയിൽ കണ്ടോ, പ്രൈമറി കോയിൽ കംപ്ലീറ്റ്ലി എൻവലപ്പ് ദ സെക്കൻഡറി കോയിൽ. അങ്ങനെ വരുമ്പോഴാണ് ഡയഗ്രാം നോക്കി അറിയാം നിങ്ങൾക്ക്. പിന്നെ പ്രൈമറിയും സെക്കൻഡറിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? എമ്മിൻ്റെ വാല്യൂ മിനിമം ആയിട്ട് മാറും. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. നമ്പർ ഓഫ് ടേൺസ്, കോമൺ ക്രോസ് സെക്ഷണൽ ഏരിയ, റിലേറ്റീവ് സെപ്പറേഷൻ, റിലേറ്റീവ് ഓറിയൻറ്റേഷൻ. അപ്പോൾ എപ്പോഴാണ് റിലേറ്റീവ് ഓറിയൻറ്റേഷൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും എപ്പോഴാണ് മാക്സിമം എം ഉണ്ടാകുന്നത്? എം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എപ്പോഴാണ് മാക്സിമം ആകുന്നത്, എപ്പോഴാണ് മിനിമം ആകുന്നത്, ആ കണ്ടീഷൻസ് മനസ്സിലാക്കിയെടുക്കുക. അടുത്ത നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ആണ്. ഒരു ചെറിയ ടോപ്പിക്കും കൂടെയുണ്ട് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് മുമ്പേ നമ്മൾ പറഞ്ഞതിനകത്ത് ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ പെർമിബിലിറ്റി ഓഫ് ദി കോർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇഫ് ദി ടു കോയിൽസ് ആർ വൂണ്ട് ഓവർ ആൻ അയൺ കോർ ഓഫ് റിലേറ്റീവ് പെർമിബിലിറ്റി മ്യൂ ആർ, ദർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻക്രീസസ് മ്യൂ ആർ ടൈംസ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഫാക്ടേഴ്സിനകത്ത് പറയാനുണ്ടായിരുന്നു. പെർമിബിലിറ്റി ഓഫ് ദ കോർ മെറ്റീരിയൽ. ഇഫ് ദി ടു കോയിൽസ് ആർ വൂണ്ട് ഓവർ ആൻ അയൺ കോർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എന്ത് സംഭവിക്കും? ദർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മ്യൂ ആർ ടൈംസ് ഇൻക്രീസ് ആകും, കാരണം നമ്മുടെ അയൺ കോറിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി മ്യൂ ആർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ പോയിന്റും കൂടെ ഓർത്തിരിക്കുക. ഇനിയാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ദി കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഓഫ് ടു കോയിൽസ് ഗീവ്സ് എ മെഷർ ഓഫ് ദ മാനർ ഇൻ വിച്ച് ദി ടു കോയിൽസ് ആർ കപ്പിൾഡ് ടുഗദർ. ഈ രണ്ട് കോയിലും എങ്ങനെയാണ് കപ്പിൾ ചെയ്യുന്നത്, അതിൻ്റെ മെഷറിന്, ആ മെഷറാണ് നമ്മുടെ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഓഫ് ദി ടു കോയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ആ കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഓഫ് ടു കോയിൽസിൽ നിന്ന് കിട്ടുന്നത് മെഷർ ഓഫ് ദി മാനർ ഇൻ വിച്ച് ദി ടു കോയിൽസ് ആർ കപ്പിൾഡ് ടുഗദർ. ഓക്കെ, ഇഫ് L1 and L2 ആർ ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ് ആൻഡ് M ഈസ് ദർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ദെൻ ദി കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമുക്ക് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K ഈസ് ഈക്വൽ ടു M ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് L1 L2 ആണ്. ദ വാല്യൂ ഓഫ് K ലൈസ് ബിറ്റ്വീൻ 0 and 1. When the coupling is perfect, the entire flux of the primary is linked with the secondary. M is maximum. അറിയാം, നമ്മൾ പഠിച്ചാണല്ലോ. The entire flux of the primary is linked with the secondary, then M is maximum and K is equal to 1 ആയിരിക്കും. Thus K is maximum for coupling. നമ്മുടെ 6.30A എന്ന് പറഞ്ഞ ഡയഗ്രാം ഇല്ലായിരുന്നു നമ്മുടെ ഇതിനു മുമ്പത്തെ ഡയഗ്രാം, ഈ ഡയഗ്രാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നോക്കിക്കേ, അതിനകത്ത് എന്താണെന്ന് നോക്കിക്കേ, K is maximum for the coupling അല്ലേ. 6.30Aക്ക് അകത്ത് അവിടെ കപ്ലിംഗ് മാക്സിമം ആണ്. എന്തുകൊണ്ടാണ് കപ്ലിംഗ് മാക്സിമം ആയത്? ദി എൻറ്റയർ ഫ്ലക്സ് ഓഫ് ദി പ്രൈമറി ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി. ഓക്കെ, അപ്പോൾ M ഈസ് മാക്സിമം ആയിരിക്കും, K ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് മിനിമം ഫോർ കപ്ലിംഗ് ഷോൺ ഇൻ ഫിഗർ 6.30B, ഇതിലാണ് മിനിമം കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം കപ്ലിങ്ങും മിനിമം കപ്ലിങ്ങും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കപ്ലിംഗ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K ഈസ് ഈക്വൽ ടു M divided by root of L1 L2. The value of K lies between 0 and 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ തിയറി ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം, മാഗ്നറ്റിസം ആയിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.